അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ സൂറയായ സൂറത്തുൽ ലൈലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ലൈലിലെ 10 ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. മനുഷ്യൻ വ്യത്യസ്ത പ്രകൃതമുള്ളവനാണ്. 2 തരം പ്രകൃതമാണ്. ഒരാൾ നന്മ ചെയ്യുന്നു, മറ്റൊരാൾ തിന്മ ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു തആല അവരവരെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അവർക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അവസാനം തിന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? പിശുക്ക് കാണിക്കുക, അഹങ്കാരത്തോടെ ജീവിക്കുക, ഏറ്റവും നല്ലതിനെ കളവാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു അതിനാണ് അയാൾക്ക് അവസരം കൊടുക്കുക. എന്നിട്ട് 11-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. വമാ എന്താണ്, യുഗ്നി അഗ്നാ യുഗ്നി പ്രയോജനപ്പെട്ടു. വമാ യുഗ്നി എന്ത് പ്രയോജനമാണ് അവന് ലഭിക്കുക, അൻഹു അവന്, മാലുഹു അവൻ്റെ ധനം അവന് എന്ത് പ്രയോജനം നൽകാനാണ്, ഇതാ ആയാൽ, തറദ്ദ അവൻ നശിച്ചാൽ. അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു ചോദ്യമാണിത്. കഴിഞ്ഞ ആയത്തുമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബന്ധം. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. നമ്മൾ സാധാരണ പറയില്ലേ, എന്തുണ്ടായിട്ട് എന്താണ്, മരിച്ചാൽ ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ഇതേ ശൈലിയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇയാൾ പിശുക്കനായിരുന്നല്ലോ, ആർക്കും ഒന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച ആളാണ്. നമ്മളൊരു യാചകനെ കുറിച്ച് പറഞ്ഞില്ലേ, അയാളുടെ അവസ്ഥയിൽ. അപ്പം അള്ളാഹു ചോദിക്കുകയാണ്, വമാ യുഗ്നി അൻഹു അവന് എന്ത് പ്രയോജനം നൽകാനാണ്, മാലുഹു അവൻ്റെ ധനം, ഇതാ തറദ്ദ. തറദ്ദ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു സ്റ്റാച്യു ഇല്ലേ, വിഗ്രഹങ്ങൾ, രൂപങ്ങൾ ഇങ്ങനെ കുത്തനെ വെച്ചത് പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് വീഴാണ്. കാറ്റത്ത് മരങ്ങൾ വീഴുന്നില്ലേ, അതുപോലെ ഒരു പിടുത്തവും കിട്ടാതെ പെട്ടെന്ന് മറിഞ്ഞ് പിറകോട്ട് വീഴുന്നതിനാണ് തറദ്ദ എന്ന് പറയാം. ഇങ്ങനെയല്ലേ ജീവിതം അവസാനിക്കുക? പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കാണ്, അസുഖമാണ്, കുഴഞ്ഞു വീണതാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആളില്ലാതെയായി പോവും. എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്. വല്ലാത്ത ചോദ്യമാണല്ലേ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. എന്നിട്ട് അള്ളാഹു പറയുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ? അവനാരും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നോ? അല്ല. അള്ളാഹു തന്നെ പറയാണ്, ഇന്ന അലൈനാ ലൽ ഹുദാ. 12-ാമത്തെ ആയത്ത്. ഇന്ന നിശ്ചയം, അല മേൽ എന്നാണ് അലയുടെ അർത്ഥം. സിറാത്തുൽ ലദീന അൻഅംത അല അലൈഹിം ഒക്കെ നമ്മൾ പഠിച്ചാണ്. അല മേൽ എന്നാണ്. അലൈന നമ്മുടെ മേൽ. ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയാണ് എന്ത്? ല തീർച്ചയായും, അൽ ഹുദ സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു എല്ലാവർക്കും കാണിച്ചു തന്നിട്ടില്ലേ? ഇല്ല എന്ന് പറയും ചിലരല്ലേ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നോ എന്നൊക്കെ പറയും. പക്ഷെ എല്ലാവർക്കും അള്ളാഹു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ ചെറിയ വാവ ഉണ്ടെങ്കിൽ ആ വാവ ഭൂമിയിലേക്ക് വന്നത് മുതൽ കരയാണ്. ഇതിനെ കരയാം, അതിന് അമ്മിഞ്ഞ കിട്ടണം അല്ലേ. ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോഴേക്ക് അതിൻ്റെ കരച്ചിൽ നിൽക്കും. ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? അള്ളാഹു പറഞ്ഞു കൊടുത്ത അറിവാണത്. എല്ലാ ജീവികൾക്കുണ്ട്. ആട്ടിൻകുട്ടിയായാലും പശുവിൻ്റെ കുട്ടിയായാലും ഒക്കെ അങ്ങനെയാണ്. അമ്മിഞ്ഞ കിട്ടിയാലാണ് കരച്ചിൽ നിൽക്കുക. അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇങ്ങനെ ഒരുപാട് കഴിവുണ്ട് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ കഴിവ് എല്ലാ ജീവികൾക്കും. ഇപ്പോൾ ഒരു പശുക്കുട്ടിയെ പിടിച്ച് നമ്മൾ പുഴയിലേക്ക് തള്ളിയാൽ എന്താ സംഭവിക്കുക? അത് നീന്തിയിട്ട് അക്കരെത്തും അല്ലേ.
അള്ളാഹു ഇങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു പ്രകൃതിപരമായിട്ട് നാച്ചുറലായിട്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം മനുഷ്യൻ അള്ളാഹു നൽകിയ കഴിവെന്താണെന്നറിയോ? നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവാണ്. ഒരു പൂച്ച എന്തെങ്കിലും ഫുഡ് കണ്ടാൽ ഒന്നും മണത്ത് നോക്കും അല്ലേ? കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അത് പോകും. ഇത്രയാണ് പൂച്ചയുടെ അറിവ്. പക്ഷെ മനുഷ്യൻ അത്ര അറിഞ്ഞാൽ മതിയോ? ഫുഡ് കണ്ട അപ്പോൾ നമ്മൾ എടുത്ത് കഴിക്കോ? ഇതാരുടേതാണ്, ആർക്ക് വേണ്ടി വെച്ചതാണ്, എനിക്കത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലാത്തവരിടത്ത് വെച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കൂലേ? ഈ കഴിവ് അള്ളാഹു നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് എന്നാ പറയുന്നത്. ഇന്ന അലൈന അലൽ ഹുദ, തീർച്ചയായിട്ടും മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ്. അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എന്താ ആൾക്കാർ തെറ്റൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ക്യൂ സ്പോട്ടിലെത്തിയത്, ഖുർആൻ പഠിക്കുന്നവരൊക്കെ ആയത്? നമുക്ക് ആരോ ഒരു ഗൈഡൻസ് തന്നതാണ്. ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്, ഇതിന് അറ്റൻഡ് ചെയ്യണം, അത് വളരെ നല്ലതാണ്, ഖുർആൻ പഠിക്കാൻ പറ്റും. ഉമ്മയാകാം, വാപ്പയാകാം, ഫ്രണ്ട്സ് ആകാം, ആരെങ്കിലും ഒരാളായിരിക്കും നമുക്ക് പറഞ്ഞു തന്നത്. അവർക്കാരാ പറഞ്ഞു കൊടുത്തത്? അവരുടെ പാരൻസ് ആകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആകാം. ഇങ്ങനെ പോയാൽ അതെവിടെ എത്തും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തും. അപ്പോൾ അള്ളാഹു പ്രവാചകനെ അയച്ചത് നമുക്ക് നേരായ വഴി കാണിച്ചു തരാനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നമുക്ക് നേരായ വഴി കാണിച്ചു തരാനാണ്. നല്ല മനുഷ്യർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നല്ലത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയും അള്ളാഹു ചെയ്ത സംവിധാനമാണെന്നാണ്. മാത്രമല്ല, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നു, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നു അല്ലേ? ഇതൊക്കെ അള്ളാഹു തന്നാണ്. അതാണ് ഇന്ന അലൈന അലൽ ഹുദ, നിശ്ചയം മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അള്ളാഹു ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ്. നമുക്കൊക്കെ നന്നാകാൻ പറ്റും, അള്ളാഹു സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അതിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇന്ന അലൈന അലൽ ഹുദ. എന്നിട്ട് അടുത്ത ആയത്തിൽ, 13-ാമത്തെ ആയത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. വ ഇന്ന, തീർച്ചയായും, അതോടൊപ്പം, ലന, നമ്മുടേതാണ്, ലി ക്ക് ന് എന്നൊക്കെയാണ്, ന നാം, ഇപ്പോൾ നമ്മുടേത്, നമുക്കുള്ളത്. വ ഇന്ന ലന, ല തീർച്ചയായും, അൽ ആഖിറ പരലോകം നമ്മുടേതാണ്, വൽ ഊല ഈ ലോകവും നമ്മുടേതാണ്. ശരിക്കും ആഖിറത്ത് ഊല എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം? വേർഡ് മീനിങ് എങ്ങനെ വരിക? ആഖിറ അവസാനം, അന്ത്യം എന്നാണ്. ഊല അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ആദ്യം എന്നാണ്. നേരത്തെ വല്ലുഹ എന്ന സൂറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തേക്കാൾ നിനക്ക് ഉത്തമം അവസാനമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇതേ വാക്കുകൾ പരലോകം ഇഹലോകം എന്ന രൂപത്തിലാണ് അല്ലാഹു തആല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല, പരലോകവും ഇഹലോകവും. ആദ്യമുള്ളത് ഇഹലോകമല്ലേ? നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹലോകമാണ്. മരണത്തിന് ശേഷം പരലോകത്തേക്ക് പോകും അല്ലേ? അതിനാൽ പരലോകവും ഇഹലോകവും നമ്മുടേത് തന്നെയാണ്. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞത് പരലോകമാണ് അല്ലേ? എന്തായിരിക്കും? ഇഹലോകത്തെക്കാളും ഉറപ്പുള്ള സംഗതിയാണ് പരലോകം എന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പരലോകവും ഇഹലോകവും അള്ളാഹുവിൻ്റേതാണ്. നമ്മൾ പൊതുവെ കരുതും അള്ളാഹു പരലോകത്തല്ലേ ഉള്ളൂ, ഇവിടെ നമ്മൾ ഫ്രീ അല്ലേ എന്ന് കരുതും. അങ്ങനെയല്ല, ഈ ലോകത്തും അള്ളാഹു ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ലോകവും അള്ളാഹുവിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ഈ ലോകത്തും ജീവിക്കേണ്ടത്. അങ്ങനെ കരുതാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ കൺട്രോൾ വിട്ടു പോകുന്നത്. ഈ ലോകത്ത് തന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എനിക്ക് എന്തോ ആകാം എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിലേക്ക് വഴുതി പോകും. പക്ഷെ അങ്ങനെയല്ല. ഈ ലോകത്ത് എനിക്ക് കാണാൻ കഴിയാത്ത ഒരു ചരട്, ഒരു പിടുത്തം അള്ളാഹുവിൻ്റേതായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. അപ്പം അതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഈ ലോകവും
പരലോകവും നമ്മുടേത് തന്നെയാകുന്നു. അപ്പോൾ ഈ 3 ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് പറഞ്ഞതല്ലേ. ഒന്നാമത്തേത്, അവൻ നശിച്ചു പോകുമ്പോൾ അവൻ്റെ സമ്പത്ത് അവൻ എങ്ങനെ പ്രയോജനപ്പെടാനാണ്, അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തൂ എന്നാണ്. രണ്ടാമത്തേത്, ഓരോ മനുഷ്യനും അല്ലാഹു തആല തന്നെ നന്മയിലേക്ക് വഴി കാണിക്കുന്നുണ്ട്, അത് അയാൾ കണ്ടെത്തണം എന്ന് മാത്രം. മൂന്നാമത്തേത്, അല്ലാഹു പരലോകത്ത് മാത്രമല്ല ഈ ലോകത്തും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല കാര്യത്തെ സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റും അല്ലേ. അതിനാണ് ഈ ആയത്തുകൾ നമുക്ക് പ്രേരണ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് പരലോക ജീവിതത്തെ നന്നാക്കി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ലോകത്തെ കൂടുതൽ നല്ല നിലയ്ക്ക് രൂപപ്പെടുത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.